Good morning, all. Good morning, ma'am. Good morning. ലേറ്റ് ആയിട്ടാണല്ലേ എല്ലാവരും കയറുന്നേ? കുറച്ചേരായി നോക്കണം എല്ലാവരും കയറുന്നുണ്ട്. Good morning. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അല്ലേ? 1-2 അപ്രോച്ചുകൾ നമ്മൾ പഠിച്ചു. ഓരോരുത്തരുടെ ഒരു വീക്ഷണത്തോടു കൂടിയുള്ള സമീപനങ്ങളെ കുറിച്ചിട്ടാണ്, വ്യത്യസ്ത തരത്തിലുള്ള സമീപനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ 2 ഭാഗം അല്ലെ, അത്യാവശ്യം സൈക്കോളജിക്കൽ അപ്രോച്ചും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, വായിച്ചിട്ടുണ്ടായിരുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജിക്കൽ അപ്രോച്ച് അല്ലെ. സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമൂഹ്യപരമായിട്ടുള്ള സമീപനം അല്ലെ. അവിടെ എന്താണ് പ്രധാനമായിട്ടും ആ ഒരു സമീപനത്തിൽ എടുത്തു പറയുന്നത്? ദ സോഷ്യോളജിക്കൽ അപ്രോച്ച് compares the industry to small social world that consists of a mix of various people and groups having different types of personalities, academic background, family upbringing, feelings like and dislike, as well as other personal factors like attitude, behavior, etc. ഓക്കെ, ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു സമൂഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സമൂഹത്തില് വ്യത്യസ്ത തരത്തിലുള്ള ബിഹേവിയർ ഉള്ള പേഴ്സൺസ് അല്ലെ അവര് ഉണ്ടാവും അല്ലെ. ഏത് തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കേസ് നമുക്കറിയാം എന്താണ് രൂപഭംഗിയിലൊക്കെ അല്ലെങ്കിൽ രൂപഭാവത്തിലൊക്കെ സെയിം ആണെങ്കിൽ കൂടി അവരുടെ മനോഭാവത്തിലും കാര്യങ്ങളിലും എല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും ഇല്ലേ, ഉണ്ടാവില്ലേ? മിക്സ് ഓഫ് വേരിയസ് പീപ്പിൾ അല്ലെ. എവിടെയാണെങ്കിലും സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ വേരിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും അതേമാതിരി തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ അക്കാദമിക് ക്വാളിഫിക്കേഷനും വികാരങ്ങളും അല്ലെ, ഫീലിങ്സുകളും അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളും ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, എല്ലാ കാര്യത്തിലും ഒരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മറ്റൊരു വ്യക്തി അല്ലെ. അങ്ങനെ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വ്യക്തികളായിരിക്കും ഏതൊരു സമൂഹത്തിലും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ സമൂഹത്തിലെ എല്ലാ വ്യക്തികളും ഒരേപോലെ കാണാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. അപ്പൊ അവരെല്ലാം വ്യത്യസ്തങ്ങളായിരിക്കും. നെക്സ്റ്റ് നോക്കാം. Since no and two members in an industrial society have similar attitude and behavior, this leads to problems of conflict, disagreement and negative competition among the members. അതായത് നമുക്കറിയാം അങ്ങനെ അല്ലെ, വ്യത്യസ്തമായതുകൊണ്ട് തന്നെയാണ് തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യത അല്ലെ. എന്റെ മനോഭാവത്തോടെ പോലെ തന്നെ യോജിക്കുന്ന ഒരു മനോഭാവമുള്ള പേഴ്സൺ ആണെങ്കിൽ അത് അംഗീകരിക്കും അല്ലെ. ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അത് അംഗീകരിക്കാനായിട്ട് ഇരുകൂട്ടർ തയ്യാറാവും. പക്ഷെ വ്യത്യസ്ത ഫീലിങ്സും വ്യത്യസ്ത ആറ്റിറ്റ്യൂഡും വ്യത്യസ്ത ക്വാളിഫിക്കേഷനും ഒക്കെ ഉള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം അല്ലെ, എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളാനായിട്ടുള്ള സാധ്യതകളില്ല അല്ലെ. അതാണ് അവിടെ കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ട്, തർക്കങ്ങൾ വരാനായിട്ട് അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത വരുന്നത്. ദെൻ എന്താണ് അവിടെ തീർച്ചയായിട്ടും പറയുന്നു നെഗറ്റീവ് കോമ്പറ്റീഷൻ എമംഗ് ദ മെമ്പേഴ്സ്. അവിടെ അല്ലെ നമ്മളെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല അവിടെ വരിക. എല്ലാവരും ഒരേപോലെ ഒരു വശത്തേക്ക് അല്ലെ, ഒരേ ദിശയിൽ എല്ലാവരും മൂവ് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ദിശയിലായിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാരഗ്രാഫ്
അല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവരുടെ കോൺഫ്ലിക്റ്റ് വരാനായിട്ടുള്ള സാധ്യത അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചറാണ്. നെക്സ്റ്റ് നോക്കാം. ദ ഇഷ്യൂസ് ഇൻവോൾവ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേറ്റഡ് ടു വേജസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ലേബർ വെൽഫെയർ. അപ്പൊ ഇങ്ങനെ വരുന്ന ഇഷ്യൂസിന് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ വേജസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അല്ലെ ഒരാൾക്ക് അവന് നൽകി എനിക്ക് നൽകിയില്ല, ഞാൻ കൂടുതൽ സമയം വർക്ക് ചെയ്തു, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്തു, പക്ഷെ എന്നെ അപ്രിസിയേറ്റ് ചെയ്തില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും എന്താ തർക്കങ്ങൾ ഭൂരിഭാഗം വരുന്നത്. അപ്പൊ എന്തിനൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു തർക്കങ്ങൾ വരുന്നത്? വേജസിന്, വർക്കിംഗ് കണ്ടീഷന്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ ഒരു ഫോമില് ഉണ്ടാകുന്നത്. Then, however, one must not avoid the most important factor, that is the sociological factor. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഈ സോഷ്യോളജിക്കൽ ഘടകങ്ങൾ അല്ലെ. അത് മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് തന്നെ റെഫർ ചെയ്ത് അല്ലെ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളെ ഇംപ്ലിമെന്റ് ചെയ്യാവൂ. ദ സോഷ്യോളജിക്കൽ ഫാക്ടർ കൺസിസ്റ്റ് ഓഫ് ദ വാല്യൂ സിസ്റ്റം, traditions, patterns, symbols, attitude, and perception of both labor and management that have an impact on the industrial relation in different ways. അപ്പൊ നമുക്കറിയാം ഇത് അല്ലെ പൊതുവെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ അത് സ്വാധീനം ചെലുത്തുന്നുള്ള കാര്യം പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതായത് ഹ്യൂമന്റെ ബിഹേവിയർ അല്ലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളെല്ലാം തന്നെ സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് തന്നെ എന്താണ് എപ്പോഴും സോഷ്യോളജി ഫസ്റ്റ് അല്ലെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അവിടെ പരിഗണിക്കണം അല്ലെ. നമ്മുടെ വാല്യൂ അല്ലെ അവിടെ മൂല്യത്തിന് പ്രാധാന്യം കൊടുക്കണം. പാരമ്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സിമ്പലുകൾ അല്ലെ ഒരാൾക്ക് കൊടുത്ത സിമ്പലുകൾ അത് മറ്റൊരാൾക്ക് അരോചകമാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതൽ അല്ലെ അത് വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണം അതൊക്കെ തീരുമാനിക്കാനായിട്ട്. ഇൻ കേസ് മനോഭാവങ്ങൾ അല്ലെങ്കിൽ പാറ്റേൺസുകളെല്ലാം അല്ലെങ്കിൽ ധാരണകളെല്ലാം തന്നെ വെച്ച് പുലർത്തിയിട്ട് വേണം എന്താണ് തീരുമാനങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ both labor and management have an impact on the industrial relation in different ways. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെയുള്ള തൊഴിലാളികളും മാനേജ്മെന്റ് തമ്മിൽ നല്ല പരസ്പരമായിട്ട് നല്ല സ്വാധീനം ചെലുത്തുന്ന ഈ ഘടകങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നല്ല ബന്ധത്തോടു കൂടിയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്കറിയാം ഇങ്ങനെയുള്ള തർക്കങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള ശ്രദ്ധയെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അല്ലെ. തർക്കങ്ങൾ ഉണ്ടാവാന്ന് മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ തർക്കങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം അല്ലെ. അതല്ലേ വേണ്ടത്? ആണോ? അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ അതെ അതല്ലേ. അപ്പോ നമ്മളെ ബന്ധങ്ങള് നമ്മൾ നല്ല രീതിയിൽ വെച്ച് പുലർത്തണമെങ്കിൽ തർക്കങ്ങൾ വരാതിരിക്കാൻ നോക്കണം. തർക്കങ്ങൾ വരാതിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള മനോഭാവങ്ങളിൽ അവർക്ക് ഉണ്ടാവോ അല്ലെ അത് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് ഏതൊരു കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാനൊക്കെ പാടുള്ളൂ. അതാണ് സോഷ്യോളജിക്കൽ അപ്രോച്ച്. സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ വ്യക്തികളും ഡിഫറെന്റ് അല്ലെ. അവരുടെ മനോഭാവങ്ങളും ഫീലിങ്സുകളും എല്ലാ കാര്യങ്ങളും അല്ലെ അവരുടെ ക്വാളിഫിക്കേഷനും എല്ലാം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എങ്കിൽ പല കാര്യത്തിനും പ്രാധാന്യം കൊടുക്കണം അല്ലെ. അവിടെ മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സംസ്കാരങ്ങൾക്ക് അല്ലെങ്കിൽ സിമ്പലുകൾ എല്ലാം കൊടുക്കുമ്പോൾ അവിടെ പ്രാധാന്യം തന്നെ മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം അതെല്ലാം തീരുമാനിക്കാനായിട്ട്. ഓക്കെ ആണോ? ഓക്കെ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. തർക്കങ്ങൾ അല്ലെ ഈ റിലേഷൻ എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചാൽ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവില്ല അല്ലെ. ആ ഒരു കൺസെപ്റ്റ് ആണ് എപ്പോഴും ഉൾക്കൊള്ളേണ്ടത്. പിന്നെ ഈ ഗാന്ധിയൻ അപ്രോച്ചിലും എന്താന്നുള്ളത് നോക്കാം. ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അല്ലെ നമ്മുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്ന നമ്മുടെ ഗാന്ധിയുടെ എന്താണ് അഹിംസ അല്ലെ അഹിംസയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വരേണ്ടത്. അത് തന്നെയാണ് ഈ ആശയത്തിലും ഉടനീളം പങ്കുവയ്ക്കുന്നത്. Mahatma Gandhi is a popular for his contributions towards the development of human beings and his belief of ahimsa and non-violence, which have left a memorable impression on the world's history. Okay, ലോകത്തിന്റെ ആ ഒരു ഹിസ്റ്ററി എടുത്ത് ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ അല്ലെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ആർക്കുള്ളത്? അറിയാമോ? മഹാത്മാഗാന്ധിക്കുള്ളത് അല്ലെ. മഹാത്മാഗാന്ധിയെ ലോകമെമ്പാടും അറിയപ്പെടുന്നത് അഹിംസ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അല്ലെ അതിലൊക്കെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായത് കൊണ്ട് തന്നെയാണ് ലോകമെമ്പാടും അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ ആ ഒരു വിശ്വാസം അല്ലെ, പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആ അഹിംസയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോൺ വയലൻസുമായി ബന്ധപ്പെട്ട ആ വിശ്വാസ തീക്ഷ്ണതകൾ അത് ഇൻഡസ്ട്രിയിലും നമുക്കറിയാം വ്യവസായ തലത്തിലും അദ്ദേഹം ആ ഒരു രീതി തന്നെയാണ്, ആ ഒരു ഫെയ്ത്ത് തന്നെയാണ് അദ്ദേഹം ഉടനീളം പാലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മഹാത്മാഗാന്ധി ഈസ് എ പോപ്പുലർ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലെ. അവിടെ മനുഷ്യന്റെ ആ ജീവൻ അല്ലെ, മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ വിശ്വാസങ്ങള് പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധി നല്ലൊരു സംഭാവന നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് അല്ലെ. അവിടെ എന്താണ് പ്രധാനമായിട്ടും അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്ന് പറയുന്നത്? മറ്റൊരാളെ അല്ലെ മറ്റൊന്നിനെയും ഉപദ്രവിക്കരുത് അല്ലെ, അതല്ലേ റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യം ആണോ? അതെ അല്ലെ. അപ്പൊ അവിടെ ആ വേൾഡ് ഹിസ്റ്ററിയിൽ അത് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം തർക്കങ്ങൾ വരുമ്പോഴെന്താണ് അല്ലെ, അവിടെ ഒരു കോൺഫ്ലിക്റ്റുകൾ എന്താണ് തർക്കങ്ങൾ വരാതിരിക്കാനായിട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. അവിടെ പ്രധാനമായിട്ട് എന്താ നോക്കാം, ഹി കൺസിഡേർഡ് all human beings good and believed that the individuals are not that one who are responsible for the problems, but it is the existence of the wrong systems which has led to several problems in the society. ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? എല്ലാ മനുഷ്യരും എന്താണ് ഗുഡ് ആണ് അല്ലെ, എല്ലാ മനുഷ്യരും നല്ലവരാണ്. ആരെയും വിവേചനം കാണിക്കാറുണ്ടോ? പ്രത്യേകിച്ച് അല്ലെ വെളുത്തവരും കറുത്തവരും എന്നുള്ള വിവേചനങ്ങളൊന്നും ഇല്ലാത്തൊരു പേഴ്സൺ അല്ലെ, ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? എല്ലാവരും ഒരേപോലെ അല്ലെ, എല്ലാ മനുഷ്യരും നല്ല ഗുഡ് തന്നെയാണ്. പിന്നെ എന്താണ് വ്യത്യസ്തങ്ങളാക്കുന്നത്? ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ നോട്ട് ദ വൺസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലംസ് ബട്ട് ഇറ്റ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ റോങ് സിസ്റ്റംസ് അല്ലെ. ഇൻഡിവിജ്വൽ അല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് പേഴ്സൺസ് അല്ല അല്ലെ, ഓരോ വ്യക്തികളൊന്നുമല്ല. പിന്നെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അത് റോങ് സിസ്റ്റംസ് ആണ് അല്ലെ. അവിടെ നിലനിൽക്കുന്ന ഓരോരോ സിസ്റ്റമുകളാണ്, തെറ്റായ സിദ്ധാന്തങ്ങളാണ് ഈ ഒരു തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. വിച്ച് ഹാസ് ലെഡ് ടു സെവറൽ പ്രോബ്ലംസ് ഇൻ ദ സൊസൈറ്റി. സമൂഹത്തില് തർക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് തെറ്റായിട്ടുള്ള സിദ്ധാന്തങ്ങൾ വഴിയാണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വലും നല്ലതല്ല എന്ന് പരാമർശിക്കാനായിട്ട് അദ്ദേഹം മുതിരുന്നില്ല. എല്ലാ മനുഷ്യരും എന്താണ് വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യർ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് പാരഗ്രാഫ്? ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അദ്ദേഹം എന്താ പറയുന്നത്? ഹി ഡിഡ് നോട്ട് ഓപ്പോസ് സ്ട്രൈക്സ് ബൈ വർക്കേഴ്സ് ബട്ട് ഹി പെർമിറ്റഡ് ദിസ് ഓപ്ഷൻ ടു ദ ലാസ്റ്റ് റിസോർട്ട്. ദെൻ all available methods of negotiation, conciliation and arbitration to restore peace have failed. അതായത് നമുക്കറിയാം അദ്ദേഹം പല കാര്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മള് സമാധാനം എന്ന് പറയുന്നത് അല്ലെ, അത് നിലനിർത്താനായിട്ട് പറ്റുന്നില്ല എങ്കിൽ, അതായത് അതിന് പുനഃസ്ഥാപിക്കണമെങ്കിൽ അല്ലെ, റിസ്റ്റോർ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? അവിടെ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് മുന്നിട്ട് കൊണ്ടുവരേണ്ടത്. സ്ട്രൈക്കുകളൊന്നും എന്താണ് നല്ലതല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം അവിടെ കൊണ്ടുവന്ന അല്ലെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പലർക്കും വിഷമങ്ങൾ ഉണ്ടാക്കും അല്ലെ. സിസ്റ്റം, അതാണ് അദ്ദേഹം പറഞ്ഞത് റോങ് സിസ്റ്റംസ് ആണ് അല്ലെ, തെറ്റായ സിദ്ധാന്തങ്ങളാണ് തർക്കങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിനെതിരായിട്ട് വരുന്ന സ്ട്രൈക്കുകളെല്ലാം നല്ലത് തന്നെയാണ്. കാരണം ഓരോ മനുഷ്യന്റെയും അവകാശങ്ങൾ നേടിയെടുക്കാനാണ്. ഇങ്ങനെയുള്ള തർക്കങ്ങള് എങ്ങനെയാണ് സമാധാനത്തോടു കൂടി നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, പുനഃസ്ഥാപിക്കേണ്ടത്? അദ്ദേഹം പറയുന്നു നല്ല ചർച്ചകളിലൂടെ അല്ലെ, നല്ല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ മധ്യസ്ഥം അല്ലെ, ആരുടെയെങ്കിലൊക്കെ മധ്യസ്ഥത്തിൽ നിന്നുകൊണ്ട് തന്നെ അസാധാരണമായ രീതിയിൽ തന്നെ എന്താണ് ഈ ഒരു പ്രോബ്ലംസ് അല്ലെ, എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്? ആരുടെ അഭിപ്രായം? ഓക്കെ, മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്. അപ്പൊ അസാധാരണമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചർച്ചകൾ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ജ്ഞാനം അല്ലെ, അസാധാരണമായ ജ്ഞാനങ്ങളെല്ലാം പ്രൊവൈഡ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയും.
then എന്താണ് സമാധാനത്തിനുള്ള പോംവഴികളെ ആരെങ്കിലും മധ്യസ്ഥത്തിലൊക്കെ സമാധാനത്തിലുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ അത് ഏറ്റെടുത്ത് അങ്ങനെയാണ് തർക്കങ്ങളെ നമ്മൾ എന്താണ് സമാധാനപൂർവ്വമാക്കി പുനഃസ്ഥാപിക്കേണ്ടത്. അല്ലാതെ എന്താണ് ഈ ഒരു എന്തെങ്കിലും അല്ലെ നമ്മൾ ഈ പറഞ്ഞ സ്ട്രൈക്കുകളൊക്കെ അടിച്ചമർത്തുക എന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരെ മഹാത്മാഗാന്ധി പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഈ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ അത് അവരവരുടെ അല്ലെ അവരുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്. Then he gave the concept of a trustship which contributed mainly towards industrial relations. അപ്പൊ അവിടെ അദ്ദേഹം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യസന്ധമായിട്ട് അല്ലെ നമ്മളെ വിശ്വാസത്തിലേക്ക് എടുക്കണം അല്ലെ, നല്ലൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് ഈ ഒരു തർക്കങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കറിയാം മഹാത്മാഗാന്ധിയൊക്കെ ഒരുപാട് അല്ലെ ഉപ്പ് സത്യാഗ്രഹം കുറെ സത്യാഗ്രഹങ്ങളൊക്കെ നടത്തിയിട്ടാണ് അല്ലെ. അവര് കാൽനടയായിട്ടൊക്കെ സമാധാനത്തോടു കൂടിയിട്ടുള്ള സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത്. ദെൻ എന്താണ് അതിലൂടെ ഒരു വിശ്വാസം അല്ലെ നമ്മളുടെ ത്യാഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് എന്താണ് ഈ തർക്കങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തേണ്ടത്. അപ്പൊ he gave the concept trustship with contributed mainly towards industrial relation. ഇൻഡസ്ട്രിയൽ റിലേഷത്തിൽ വ്യവസായങ്ങൾക്കെല്ലാം വിശ്വാസത്തിൻ്റെതായ രീതിയിൽ പ്രധാനമായിട്ടും വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെ അവിടെ എംപ്ലോയറിനെ വിശ്വസ്തതാപൂർവ്വം കണക്കാക്കുന്നുണ്ടെങ്കിൽ അവരെ മധ്യസ്ഥത്തിൽ ആരെങ്കിലും മധ്യസ്ഥത്തില് എംപ്ലോയിയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്താണെങ്കിൽ പിന്നെ തർക്കം ഉണ്ടാവോ? അതായത് ഓക്കെ ഇല്ല അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. തർക്കങ്ങളൊക്കെ പരിഹരിക്കേണ്ടത് എന്തെങ്കിലും ചർച്ചകളിലൂടെയോ മധ്യസ്ഥത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പരിഹരിച്ചു പോകേണ്ടത്. അപ്പൊ അങ്ങനെ പരിഹരിച്ചു പോവുകയാണെങ്കിൽ അവിടെ എന്താണ് എംപ്ലോയറും എംപ്ലോയും തമ്മിലൊക്കെ നല്ലൊരു ബന്ധത്തോടു കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാൻ വീണ്ടും നോക്കാം. he laid stress on maintaining the dignity of employees by accepting each individual worker as a human being and emphasized on non-violent communism. അതായത് നമുക്കറിയാം ഒരു കമ്മ്യൂണിസം അല്ലെ ഒരു രീതിയിൽ മനുഷ്യന്റെ ഒരു വ്യക്തിയെ എന്ന നിലയിൽ നമുക്കറിയാം അത് വിപുലീകരിച്ച് അല്ലെ ഈ പറഞ്ഞോണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ മനുഷ്യനെ അംഗീകരിക്കേണ്ടത് ആവശ്യമാണ് അല്ലെ. അവർക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കഴിവുകൾ ഉണ്ട് എന്ന് അല്ലെ എല്ലാവരും നല്ലതാണെന്നുള്ള ഒരു അംഗീകാരം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. അംഗീകാരം അവർക്ക് പെർമിഷൻ ഉണ്ട്. എല്ലാ എംപ്ലോയീസിനും അതിൻ്റെതായിട്ടുള്ള ഒരു അംഗീകാരമുണ്ട്. അപ്പൊ മനുഷ്യനായി തന്നെ അംഗീകരിക്കണം, ഓരോരുത്തരെയും മനുഷ്യനായി തന്നെ അല്ലെ. ഹ്യൂമൻ ബീയിങ് ആൻഡ് എംഫസൈസ്ഡ് നോൺ വയലന്റ് കമ്മ്യൂണിസം. ആരെയും എന്താണ് തള്ളി അല്ലെ ഒരു അടിച്ചമർത്തുന്ന രീതിയിലേക്കൊന്നും പോകരുത്. എല്ലാവരെയും മനുഷ്യനായിട്ട് തന്നെ അംഗീകരിക്കണം. മനുഷ്യത്വത്തിന് വിലയുണ്ട്. He went to the extent of saying that if a communism comes without any violence, it would be welcomed. Okay, അദ്ദേഹം എന്തിനെയാണ് വെൽക്കം ചെയ്തത്, സ്വാഗതം ചെയ്തത്? ഒരു വയലൻസ് ഇല്ല അതല്ലേ, എനി വയലൻസ് വിത്തൗട്ട് എനി വയലൻസ്, ആക്രമിക്കാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണിസത്തിനെയാണ് അദ്ദേഹം വെൽക്കം ചെയ്തത്. എന്നുവെച്ചാൽ എന്താണ് അഹിംസ പോലെയുള്ള അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു അല്ലെ ഒരു രീതി, ആ ഒരു സ്ട്രൈക്കൊക്കെയാണ് പ്രധാനമായിട്ടും അദ്ദേഹം ലീഡർഷിപ്പ് നടത്തി നടക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ഏതെങ്കിലും ഒരു മധ്യസ്ഥത്തിലോ ചർച്ചയിലോ ഒക്കെ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ കേട്ട് അതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം. അങ്ങനെ ഒരു ട്രസ്റ്റ്ഷിപ്പ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെയുള്ള ഒരു എംപ്ലോയറും എംപ്ലോയും തമ്മിൽ അല്ലെങ്കിൽ ആ വ്യവസായ ബന്ധത്തിൽ നേടിയെടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ാണ്. നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. Briefly, according to the trustship theory, all the materialistic aspect of life like property or any human achievement is not the ownership of any one individual, rather it belongs to the entire society. Okay, അപ്പൊ സൊസൈറ്റി മുഴുവനായിട്ടുള്ള സൊസൈറ്റിയാണ് അല്ലെ അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ്ഷിപ്പ് തിയറിയാണ് അല്ലെ. വിശ്വാസം അല്ലെ, വിശ്വാസം എന്തോ അതാണെല്ലാം എന്നൊക്കെ ഉള്ള ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇല്ലേ, ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട് അല്ലെ. അപ്പൊ
ആ ഒരു വിശ്വാസം അല്ലെ അത് എടുക്കുക, അതാണ് പ്രാധാന്യത്തിൽ എടുക്കുന്നത് അല്ലെ. ഏതോ ഒരു മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വിശ്വാസം എന്നുള്ളത് അല്ലെ. അപ്പൊ മനുഷ്യന്റെ ആ പ്രവർത്തിക്കുള്ള അത് തീർച്ചയായിട്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ ട്രസ്റ്റ്ഷിപ്പ് തിയറി ഓൾ ദ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് അല്ലെ, അത് എന്താ പറയുന്നത് ഭൗതിക വശങ്ങൾ. ഇൻ കേസ് ഏതെങ്കിലും ഭൗതിക വശങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻ കേസ് ലൈഫുമായി ബന്ധപ്പെട്ട ലൈക്ക് പ്രോപ്പർട്ടി ഓർ എനി ഹ്യൂമൻ അച്ചീവ്മെന്റ്സ്, ഇൻ കേസ് എന്തെങ്കിലും അല്ലെ മണി സംബന്ധമായിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം വന്നാലും, അല്ലെങ്കിൽ മനുഷ്യന്റെ നേട്ടവും അല്ലെ അങ്ങനെയുള്ള ഏത് സംഭവങ്ങൾ ഉണ്ടായാലും, അങ്ങനെയൊക്കെയുള്ള ഏത് ഭൗതിക ആസ്പെക്റ്റുകൾ ഉണ്ടായാലും ഇറ്റ്സ് നോട്ട് ഓണർഷിപ്പ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ. അത് ഒരാൾക്കും എന്താണ് മൊത്തമായിട്ടുള്ള ഒരു എന്താണ് ഓണർഷിപ്പ് ഉള്ളതല്ല അല്ലെ. അതൊന്നും സ്വന്തമായിട്ട് അവൻ നേടിയതല്ല, റാദർ ഇറ്റ് ബിലോങ്സ് ടു ദ എൻറ്റയർ സൊസൈറ്റി. അത് അവന് മാത്രമുള്ളതല്ല, അത് മുഴുവൻ സൊസൈറ്റിക്കും അർഹതപ്പെട്ടതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് സ്വത്ത് അല്ലെങ്കിൽ ഒരാളുടെ കഴിവ് എന്ന് പറയുന്നത് അത് അവന് മാത്രം അർഹതപ്പെട്ടതല്ല, അത് മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടും അർഹതപ്പെട്ടതാണ് അല്ലെ. ദീസ് talents or skills can be taken as a gift of a nature and no particular individual has exclusive rights over them. അതായത് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് എന്താണ്, അത് ഗിഫ്റ്റ് ദാനമാണ് അല്ലെ. നമ്മുടെ എന്താണ് അത് നേച്ചർ ദൈവം എന്താ പറയാ, നമുക്ക് പ്രകൃതി നമുക്ക് നൽകിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ദൈവം നമുക്ക് നൽകിയ ഒരു ദാനമായിട്ട് കൺസിഡർ ചെയ്യണം. The trusteeship system is a unique concept compared to the other contemporary industrial relationship systems. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് സവിശേഷമായിട്ട് അല്ലെ യുണീക്ക് കൺസെപ്റ്റ്, അതായത് ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ വരുന്നത് അല്ലെ. ഒരു വിശ്വാസം എന്ന പ്രത്യേക കൺസെപ്റ്റ് ആണ് അവിടെ എടുത്തു പറയുന്നത്. മറ്റു എന്തിനെ കുറിച്ചിട്ടാണെങ്കിൽ അല്ലെ, മറ്റൊരു സമകാലിക രീതിയിൽ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാല് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള അല്ലെ, പ്രത്യേകമായെന്ന് വെച്ചാൽ സവിശേഷമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അവിടെ എടുത്ത് പറയുന്നത്. അതായത് ഒരു വിശ്വാസം അല്ലെ, എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കുള്ള ഒരു പ്രോപ്പർട്ടി, ഇൻ കേസ് ഒരു ഇൻഡസ്ട്രി ഒരു വ്യവസായ സംരംഭം അത് ഉയർന്നു വരുമ്പോൾ അവരത് എന്താണ് അവർക്ക് പ്രോഫിറ്റബിൾ ആക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസിന് പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടതാണ് അല്ലെ. അത് അങ്ങനെയുള്ള ഒരു അംഗീകാരത്തോട് കൂടിയിട്ട് അത് ഉപയോഗിക്കണം അല്ലെ. നമ്മളിപ്പോ ഇൻഡസ്ട്രി നമുക്കറിയാം, എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആണ് എങ്കിൽ അവിടെയുള്ള തൊഴിലാളികൾക്കും കൂടി അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ആ ഒരു മൈൻഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ തർക്കങ്ങൾ വരില്ല. ശരിയാണോ? അവരുടെ കൂടി അധ്വാനത്തിന്റെ പരിണത ഫലമാണ് പ്രോഫിറ്റ് അല്ലെ. അവിടെ ഇപ്പൊ ഡിവൈഡ് ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ വരണം. ഇൻ കേസ് അവിടെയുള്ള തൊഴിലാളികള് അത് അവർക്ക് നമ്മൾ പറഞ്ഞു സിസ്റ്റംസ് നമ്മളിങ്ങനെ പ്രത്യേക സിസ്റ്റം ഒരു ഇതുകളൊക്കെ വരുമ്പോൾ അല്ലെ നമ്മൾ കണ്ടായിരുന്നു പ്രത്യേക റോങ് ആയിട്ടുള്ള സിസ്റ്റംസ്. ഏതെങ്കിലും ഒരു വ്യക്തികൾക്കൊക്കെ കുറെ പാരിതോഷികങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അരോചകമാണ്. അത് അവന് ദൈവം കൊടുത്ത ഒരു കഴിവാണ്, അത് മറ്റുള്ളവർക്കും കൂടി ഉപയോഗിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡിലേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കിട്ടുന്ന ഇൻ കേസ് ആ ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. ആ ഒരു കൺസെപ്റ്റിലേക്കാണ് ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റ്ഷിപ്പ് ആ ഒരു രീതി എന്താണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതാണ് ഭൗതികമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെ. ആ വശങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതെല്ലാം പൊതുവായിട്ട് അല്ലെ വിനിയോഗിക്കേണ്ടതാണ് എന്നുള്ള ഒരു വശമാണ് അവിടെ എടുത്ത് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ട്രസ്റ്റ് അല്ലെ, ആ ഒരു വിശ്വാസത്തിലേക്ക് വരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ തർക്കങ്ങളൊന്നും അധികം ഉണ്ടാവില്ല അല്ലെ. ഒരാളെ മാനിച്ചു മറ്റൊരാൾക്ക് മാനിക്കുക അല്ലെ, അപ്പൊ അവർക്ക് വേജസ് കൂട്ടി കൊടുക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ വരുന്നതിന് കാരണം അവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അല്ലെ ഒരു ഡിവിയേഷൻ വരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ഡിവിയേഷൻ വരാതെ ഈക്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റുകൾ വരില്ല. അവിടെ ഒരു വിശ്വാസം വരണം അല്ലെ. എല്ലാവർക്കും എന്റെ കഴിവ് എനിക്ക് ദൈവം തന്ന ദാനമാണ് അല്ലെ. ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു കൺസിഡറേഷനിൽ തന്നെ വിനിയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എടുത്തു പറയുന്ന ഒരു നേച്ചർ അല്ലെ നമ്മുടെ പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു വരദാനമാണ് എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ ആ ഒരു രീതി അവിടെ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഫ്ലിക്റ്റുകൾ അതായത് തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ രണ്ട് അപ്രോച്ച് എടുത്തു, സോഷ്യോളജിക്കൽ അപ്രോച്ചും ഗാന്ധിയൻ അപ്രോച്ചും. ഓക്കെ,
ആണോ? കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. ആണ്, ക്ലിയർ ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് അപ്രോച്ച് എന്താന്ന് നോക്കാം. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. സാമൂഹിക ധാർമ്മികമായിട്ടുള്ള നിലപാട്. എന്താണ് സാമൂഹിക ധാർമ്മിക നിലപാട് എന്ന് പറയുമ്പോൾ അത് ധാർമ്മിക വശം കൂടിയും ഉണ്ട് അല്ലെ. നമ്മുടെ സാമൂഹിക വശത്തോടൊപ്പം തന്നെ ധാർമ്മിക വശം കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ്. This approach asserts that industrial relations not only has a sociological base but also has some ethical consequence. Okay, അതായത് ധാർമ്മികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും അതിൻ്റെതായിട്ടുള്ള വശങ്ങളും ഉണ്ട്, ഒപ്പം തന്നെ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്തെന്ന് പറയുന്നത് വ്യവസായ ബന്ധം എന്ന് പറയുന്നത്. According to this approach, for maintaining good industrial relations, it is necessary that the labor and the management understand their ethical responsibilities towards good industrial relations. Okay, അപ്പൊ നമുക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് മനുഷ്യത്വമായിട്ട് തന്നെ പെരുമാറണം അല്ലെ. അതൊരു ധാർമ്മിക കാഴ്ചപ്പാടല്ലേ? ആണോ? ആണോ? ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് കുറെ ഡ്യൂട്ടികളും കാര്യങ്ങളും അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്ത് അവരുടെ ഡ്യൂട്ടി അല്ലെ, അവരെ എന്താണ് ഒരു അടിമകളെ പോലെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനാണോ തുനിയേണ്ടത്? ആണോ? അല്ലെങ്കിൽ അവർക്ക് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളോട് കൂടിയിട്ട് അവിടെയുള്ള മനുഷ്യരെ കൺസിഡർ ചെയ്തിട്ട് പെരുമാറണം അല്ലെ. അവിടെ തീർച്ചയായിട്ടും ധാർമ്മിക മൂല്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം അല്ലെ, പെരുമാറണം. ഓക്കെ, നിങ്ങൾ മതയാഭിപ്രായമാണ്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ലേബർ ആൻഡ് മാനേജ്മെന്റ് അണ്ടർസ്റ്റാൻഡ് ദെയർ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ. അപ്പൊ നല്ല ഒരു വ്യവസായ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടി എന്താണ് ഇതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. This can only be achieved with the help of a mutual cooperation and by developing sensitivity towards each other issues. Okay, നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഒന്നിച്ച് അല്ലെ ഒത്തൊരുമയോട് കൂടിയിട്ട് പോവുകയാണെങ്കിൽ എംപ്ലോയറുടെ ആ ഒരു തലപ്പത്തിരുന്നു കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ നോക്കാതെ എംപ്ലോയറെ എന്താണ് എംപ്ലോയറോട് കൂടി സഹകരിച്ചുകൊണ്ട് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അല്ലെ അവര് എംപ്ലോയറോടൊപ്പം തന്നെ എത്രയോ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ അത്രയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവും അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് നമുക്കറിയാം റിസൾട്ട് അവർക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെയല്ലേ അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എംപ്ലോയറോടും കൂടി അല്ലെ അവിടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് സംവേദനം, നമുക്ക് പരസ്പരം ആശയവിനിമയങ്ങളൊക്കെ നടത്തി അല്ലെ അവിടെ പേടിച്ചിരണ്ട് ഉള്ള ഒരു രീതിയിൽ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കാതെ എംപ്ലോയറും കൂടിയും കൂടിക്കലർന്നും കൊണ്ട് തന്നെ അവരുടെയും കൂടിയും സഹകരണത്തോട് കൂടിയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അവർക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ പരസ്പരം എന്താണ് ഒരു നല്ല രീതിയിലുള്ള ഒരു വിശ്വാസത്തിൽ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിച്ചു തന്നെ നിന്ന് അവരുടെ എന്താണ് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. ധാർമ്മികമായിട്ടുള്ള സമീപനം കൂടി വേണം അല്ലെ. സാമൂഹികമായിട്ടുള്ള സമീപനം മാത്രം പോരാ, ധാർമ്മികമായിട്ടുള്ള സമീപനം കൂടി. അതായത് ആ തൊഴിലാളി എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ അല്ലെ, ഹ്യൂമൻ ബീയിങ് തന്നെയാണ് അല്ലെ. അവർക്ക് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവാം, നമ്മൾ അറിവുകളൊക്കെ പകർന്നു കൊടുക്കണം അല്ലെ. കോൺഫ്ലിക്റ്റുകൾ തർക്കങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള രീതികൾ എന്തൊക്കെയാന്ന് മ്യൂച്വൽ ആയിട്ട് നിന്ന് അല്ലെ പരസ്പരം ഒന്നിച്ചു നിന്ന് കോർപ്പറേറ്റ് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ പരിഹരിച്ചിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം അവിടെ നിലനിൽക്കുകയും ചെയ്യും, നല്ല എഫിഷ്യന്റ് ആയിട്ട് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളത്. ക്ലിയർ അല്ലേ അല്ലെ. ചിലപ്പോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ, അതായത് dash can only be achieved with the help of mutual cooperation and by developing sensitivity towards each other issues അല്ലെ. അപ്പൊ നമുക്കറിയാം സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അല്ലെ. ആ അപ്രോച്ച് വഴി നമുക്ക് എങ്ങനെയത് മ്യൂച്വൽ കോപ്പറേഷനോട് കൂടിയിട്ടൊക്കെ
ആ ഒരു റിസൾട്ട് അല്ലെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ അല്ലേ? ക്ലാസ് കേട്ടിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി പോവുക. ദെൻ നോക്കാം, നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ് ഡൺലോപ്പ് സിസ്റ്റംസ് അപ്രോച്ച് ആണ്. എന്താണ് ഡൺലോപ്പ് സിസ്റ്റംസ് അപ്രോച്ച് എന്ന് പറയുന്നത്? അവിടെ ഒരു എന്താണ് പറയുക ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചിനെ കുറിച്ചിട്ട് കുറച്ച് ഒരു ചാർട്ടും അതിന്റെ പോയിന്റ്സുകളും കൂടി വിവരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, നോക്കാം എന്താണ് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്. ജോൺ ഡൺലോപ്പ് ഹാസ് ഡെവലപ്ഡ് എ സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതായത് ആരാണ് ഈ ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവരുന്നിരിക്കുന്നത്? ജോൺ ഡൺലോപ്പ് ആണ്. അക്കോർഡിംഗ് ടു ഡൺലോപ്പ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ആൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സിസ്റ്റംസ് അറ്റ് എനി വൺ ടൈം in its development is regarded as composed of certain actors, certain contexts, and the ideology which binds the industrial relation system together, and a body of rules created to govern the actors at all at the workplace and work community. Okay, ഈ ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴേക്ക് പോയിട്ട് ആ അപ്രോച്ചിന്റെ ഒരു ഇച്ചിരി കൂടി ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന അല്ലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെയാണ് വിവരിക്കുന്നത്. നോക്കാം, എലമെന്റ്സ് ഓഫ് അങ്ങനെ പോയപ്പോരെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ഡെഫിനിഷന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച്, അതിൽ പ്രധാനപ്പെട്ട എലമെന്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. അതായത് നമുക്കറിയാം ഒരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ അവിടെ എന്താണ് പലതരത്തിലുള്ള ബന്ധങ്ങൾ വേണം അല്ലെ, നല്ലൊരു റിലേഷൻഷിപ്പ് വേണം. അതായത് അതിന്റെ ഉള്ളിൽ തന്നെയുള്ള എംപ്ലോയർമാരുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വേണം. എന്റെ പേരില്ലേ പറഞ്ഞ വലിയ വലിയ കമ്പനിയും ഓർഗനൈസേഷൻ ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള ആ വ്യവസായത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള ബന്ധങ്ങൾക്കപ്പുറം പുറത്തുനിന്നുള്ള അല്ലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബന്ധങ്ങൾ കൂടി അവിടെ പരിഗണിക്കേണ്ടതുണ്ട് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമല്ല പരിഗണിക്കേണ്ടത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും പരിഗണിക്കാനുള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസും എംപ്ലോയറുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെ. ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പലതരത്തിലുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ. ഇവിടെ നോക്കുമ്പോൾ ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ഓർ എക്കോണമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, ബാലൻസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, then union management, government, then rules and ideology at the workplace. അതായത് ഇവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ കമ്പനി ആവുമ്പോൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ആ വർക്ക് പ്ലേസിന്റെ ഉള്ളില് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ എംപ്ലോയറും എംപ്ലോയർ തമ്മിൽ ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. നിയമങ്ങളും അതേമാതിരി തന്നെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എന്തായി? ഓക്കെ, ഉണ്ടാവും അല്ലെ. അപ്പൊ അത് മാത്രമല്ല നമുക്കറിയാം അവിടെ എന്താണ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ഈ എംപ്ലോയീസിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറെ സംഘടനകളൊക്കെ ഉണ്ട് അല്ലെ. അവിടെ യൂണിയനുകളുണ്ട്. ദെൻ അവിടെ പ്രധാനമായിട്ടും മാനേജ്മെന്റ് ഉണ്ട്, ഗവൺമെന്റ് അല്ലെ. പുറത്തുനിന്നുള്ള ഗവൺമെന്റിന്റെ കുറെ അംഗീകാരങ്ങളൊക്കെ നമ്മൾ പാലിച്ചു പോകേണ്ടതുണ്ട്. വ്യവസായ സ്ഥാപനം ആയതുകൊണ്ട് എല്ലാം പാലിച്ചു പോകേണ്ടത്. ദെൻ അത് മാത്രമല്ല ആ ഒരു വ്യവസായത്തില് നമുക്കറിയാം ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ ഘടകങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സവിശേഷതകളും അതിലുണ്ട്. ദെൻ മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ആ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ എംപ്ലോയറിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. യൂണിയനിൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊന്നും സാധിക്കില്ല. അവിടെയുള്ള ടെക്നോളജിനെ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ മാർക്കറ്റ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ വിലയിരുത്തണം അല്ലെ. അപ്പോ അങ്ങനെ വരുമ്പോൾ അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെ.
നമ്മളിപ്പോ ഒരു ഉൽപാദനക്ഷമതയുള്ള, അതായത് ഒരു പ്രൊഡക്ഷൻ അല്ലെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാം നോക്കിയിട്ടാണ് അതിന്റെ വിതരണം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഒരു വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വ്യവസായ സംരംഭങ്ങൾ ഉണ്ടാവാം. ഒരു അല്ലെ മാനുഫാക്ചറിങ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ എന്താണ് ആ ഒരു കമ്പനിയുടെ ഉള്ളിൽ എന്താണ് എംപ്ലോയർ ഉണ്ട്, എംപ്ലോയികളുണ്ട്, അവർ തമ്മിൽ നല്ലൊരു ബന്ധമൊക്കെ ഉണ്ടാവണം. ഒപ്പം തന്നെ ട്രേഡ് യൂണിയനുകളുണ്ട്, അവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. മാനേജ്മെന്റ് യൂണിയനും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കാനൊക്കെ ഉള്ള മധ്യസ്ഥങ്ങൾ ഉണ്ടായിരിക്കണം. ഗവൺമെന്റ് അല്ലെ ഗവൺമെന്റിന്റെ നിലപാടുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് മാത്രമല്ല അല്ലെ ബാഹ്യമായിട്ടുള്ള ഘടകങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്മെന്റ്, മാർക്കറ്റിംഗ് എക്കോണമി, തന്നെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ പവറും എല്ലാ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പറഞ്ഞതെല്ലാം ശരിയല്ലേ? ആണോ? ഓക്കെ ആണോ? ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഈ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതല്ലേ? ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബേസിക് എലമെന്റ്സ് ആയിട്ട് ഇതിനെ പ്രത്യേകമായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിലെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സിൽ ഫസ്റ്റ് ഡയഗ്രത്തിൽ പറയുന്നു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ഘടകത്തിലാണ് അല്ലെ പരിസ്ഥിതിപരമായിട്ടുള്ള ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ടെക്നോളജിയും മാർക്കറ്റിങ്ങും ഡിസ്ട്രിബ്യൂഷനൊക്കെ അവിടെ അധികാരപ്പെട്ടിരിക്കുന്ന ആ റിലേഷൻഷിപ്പുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. ദെൻ എന്താണ് ഇവിടെ എന്താണ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സിസ്റ്റംസ് അല്ലെ. അവിടെ പാർട്ടിസിപ്പേറ്റ് നമ്മളെ ഒരു കമ്പനിയോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്താണ് യൂണിയൻ നേതാക്കളും മാനേജ്മെന്റും ഗവൺമെന്റ് ഒക്കെ അല്ലെ. അവരെ എല്ലാം സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോയാലാണ് ഇൻഡസ്ട്രിക്ക് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഗവൺമെന്റിനെ എന്താണ് പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങൾ പ്രീതിപ്പെടുത്തണം. ഒപ്പം തന്നെ യൂണിയനെ നോക്കണം അല്ലെ. എല്ലാത്തിനെയും ഒന്നിച്ച് ഒരേ ദിശയിലേക്ക് തന്നെ കൊണ്ടുപോയാലാണ് അവിടെ ഇൻഡസ്ട്രിക്ക് അവരുടെ ലക്ഷ്യം സക്സസ് ആക്കാനായിട്ട് അല്ലെ വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഔട്ട്പുട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് തീർച്ചയായിട്ടും ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്നത് ആരാണ്? എംപ്ലോയീസ് ആണ് അല്ലെ. എംപ്ലോയിയും എംപ്ലോയറും കൂടി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ റിസൾട്ട് ഉണ്ടാക്കുന്നത് അല്ലെ. പക്ഷെ മറ്റു ബന്ധങ്ങളെല്ലാം അതിലൂടെ ഉൾപ്പെടുത്തി നോക്കിയിട്ട് വേണം ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ. അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ, അതെല്ലാം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആക്ച്വലി ഡ്യൂട്ടി ചെയ്യുന്നത് ആരാണ്? എംപ്ലോയറും എംപ്ലോയിയും ഒന്നിച്ച് തന്നെയാണ് പ്രവർത്തിച്ചാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അല്ലേ? ആണോ? അല്ലേ? അപ്പൊ അതാണ് അവിടെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇവരായിട്ട് ഉണ്ടാക്കണം അല്ലെ. നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കമ്പനിയുടെ ഉള്ളിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഒപ്പം തന്നെ എന്താണ് ഈ പറഞ്ഞ പാർട്ടിസിപ്പേഷൻ അല്ലെ പാർട്ടിസിപ്പൻസ് ഇൻ സിസ്റ്റംസ്, അതായത് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഗവൺമെന്റിനെയും എന്താണ് യൂണിയൻ നേതാക്കളെയും മാനേജ്മെന്റിനെയൊക്കെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. മാനേജ്മെന്റ് യൂണിയൻ നേതാക്കളെയും ഗവൺമെന്റിനെയൊക്കെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ടെക്നോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള പവർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അല്ലെ. ചിലയിടത്തൊക്കെ ചില സാധനങ്ങളൊന്നും വിൽപ്പന ചെയ്യാൻ തന്നെ പെർമിഷൻ ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള അധികാരങ്ങളെല്ലാം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടി എല്ലായിടത്തും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാലാണ് എന്താണ് ഒരു ഇൻഡസ്ട്രിക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ആരുടെ അഭിപ്രായത്തില്? ഡെവലപ്മെന്റ് അഭിപ്രായത്തിൽ എടുത്തു പറയുന്നത്. ഓക്കെ. വീണ്ടും അതിന്റെ ആ ഒരു കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം നോക്കാം. ത്രീ കീ പാർട്ടിസിപ്പൻസ് ആർ ദ യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് ഗവൺമെന്റ് അല്ലെ. ഇവിടെ മിഡിൽ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്താണ് ത്രീ കീ പാർട്ടിസിപ്പൻസ്? അതായത് യൂണിയൻ നേതാക്കളും മാനേജ്മെന്റും ഗവൺമെന്റും അല്ലെ. ദാറ്റ് ഇന്ററാക്ട്സ് വിത്ത് ദ സോഷ്യൽ ആൻഡ് economic structure, and these interactions involve three main levels known as subsystems of the industrial relation system as termed by developer. അതായത് ഒരു സബ്സിസ്റ്റം ആയിട്ട് അല്ലെ വ്യവസായ ബന്ധത്തിന്റെ ഒരു സബ്സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ആര് തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്? യൂണിയനും മാനേജ്മെന്റും ഗവൺമെന്റും ഒക്കെ തമ്മിൽ. അതായത് നമുക്കറിയാം നമ്മുടെ വ്യവസായ സംരംഭം അവിടെയുള്ള മാനേജ്മെന്റ് യൂണിയനെയും ഗവൺമെന്റിനെയും പ്രീതിപ്പെടുത്തി അല്ലെ അവരെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ വിജയിക്കും അല്ലെ. അവിടെ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു സബ്സിസ്റ്റം ആയിട്ട് തന്നെ നിലകൊള്ളുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിലെ ഒരു സബ്സിസ്റ്റം ആയിട്ട് നിലനിൽക്കുന്നത് ആരാണ്? പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം അല്ലെ. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂണിയൻ മാനേജ്മെന്റ് ഗവൺമെന്റ് ആണ്.
ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, then വീണ്ടും ഐഡിയോളജിക്കൽ ലിങ്കിങ് ഉണ്ട്. അതിലെന്താ പറയുന്നത്? The relations among the parties are managed largely by an ideological linking. According to Dunlop, an ideology is a set of ideas and beliefs commonly held by the actors that help to build or integrate the system together as an entity. അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് അല്ലെ, മൊത്തമായിട്ട് നിന്ന് ഒന്നിച്ചു നിന്ന് എന്താണ് എല്ലാവരും ഒന്നിച്ച് വിശ്വാസത്തിലെടുത്ത് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താണ് എംപ്ലോയറെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെല്ലാം സൊമൻസാലെ ആക്സെപ്റ്റ് ചെയ്ത് അല്ലെ, എംപ്ലോയി ഒക്കെ സൊമൻസാലെ ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഒരു വിശ്വാസത്തിന്റെ വിളിച്ചത് അല്ലെ. ആൻ ഐഡിയോളജി ഈസ് എ സെറ്റ് എന്ന് പറയുന്നത് ഒരു വിശ്വാസം, ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് ആണ് അല്ലെ. അതായത് അവിടെ ഉദ്ദേശിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയറിന് എന്താണോ പറയുന്നത് അത് ചെയ്ത് നമുക്കനുസരിച്ചിട്ടുള്ള കൂലി കിട്ടുന്നുണ്ട് അല്ലെ. അതനുസരിച്ചിട്ട് ആ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഒന്നിച്ചു നിന്നിട്ട് അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു റിസൾട്ട് നേടിയിരിക്കുന്നത്. അപ്പൊ ഐഡിയോളജി ഇസ് എ സെറ്റ് ഓഫ് ഐഡിയ ആൻഡ് ബിലീഫ്സ് commonly held by the actors. Actors എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് ആണ് കൂടുതലും പ്രവർത്തിക്കുന്നത് അല്ലേ. അല്ലേ, എംപ്ലോയറോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത് അല്ലെ, തൊഴിലുടമയോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നിന്ന് പ്രവർത്തിക്കുന്നത് ആരാണ്? എംപ്ലോയി ആണ് അല്ലെ, അവിടെയുള്ള തൊഴിലാളികളാണ്. അതുകൊണ്ടാണ് പറയുന്നത് by the actors that help to build or integrate the system together അല്ലെ. അവര് ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ആ സിസ്റ്റം അല്ലെ, ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതിനു വേണ്ടിയിട്ട് അത് ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. ദെൻ അങ്ങനെ മൊത്തത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു കമ്പനിക്ക് അതിൻ്റെതായ റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഐഡിയോളജിക്കൽ ലിങ്കിങ് എന്ന് പറയുന്നത് എംപ്ലോയർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മസ്റ്റ് ആയിട്ടും അവിടെ ഫോളോ ചെയ്യുന്നത് എംപ്ലോയി ആണ്. അവര് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവിടെ എടുത്തു പറയുന്നത്. ഓക്കെ ആണോ? വീണ്ടും കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയൺമെന്റ് ഉണ്ട്. ഓക്കെ, അവിടെ കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയൺമെന്റിൽ എന്താ പറയുന്നത് നോക്കാം. The framework within which the participants interact is known as environment അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ എൻവയൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, ടെക്നോളജിയും മാർക്കറ്റിംഗ് എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസും ബാലൻസ്ഡ് ഓർ ഡിസ്ട്രിബ്യൂഷൻ പവർ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? അക്കോർഡിംഗ് ടു ഡെവലപ്പ് ദ 3 types of environment are relevant to industrial relation which are follows. അതായത് പ്രധാനപ്പെട്ടതാണ് അല്ലെ, ഒരു കമ്പനിയെ സംബന്ധിച്ച് ഒരു നല്ല റിലേഷൻഷിപ്പ് ഇതുമായി ബന്ധപ്പെട്ടും ആവശ്യമാണ്. കാരണം അതും കൂടി ഉണ്ടെങ്കിൽ അല്ലെ, നമ്മളിപ്പോ ഒരു ഫേം ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെക്നോളജിയെ ഒന്നും ആശ്രയിക്കാതെ ഹ്യൂമൻ ബീയിങ്ങിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ വിജയത്തിലെത്താൻ പറ്റിയെന്ന് വരില്ല. കാരണം നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇതിൽ കൂടി സ്പീഡിൽ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീച്ചേഴ്സിനെയും കൂടി നന്നായിട്ട് കൺസിഡർ ചെയ്യണം അല്ലെ. അതാണ് അവിടെ എടുത്ത് പറയുന്നത് ദ ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. അവിടെ സ്ഥാപനത്തിന് സാങ്കേതിക വശങ്ങൾ അല്ലെ അത് മസ്റ്റായിട്ട് സ്ഥാപിക്കേണ്ടതുണ്ട്. എക്കോണമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ്, അതേമാതിരി തന്നെ വിപണി നിയന്ത്രണങ്ങൾ അല്ലെ, അതിന്റെയൊക്കെ പരിണത ഫലങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. വിപണനത്തിന് പറ്റുമോ, ഇൻ കേസ് അത് ആരെങ്കിലും ഒക്കെ വിപണനം ചെയ്യാൻ തയ്യാറാവോ അല്ലെ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉത്പാദിച്ച് വിപണനത്തിലേക്ക് അല്ലെ നമ്മുടെ വിപണനത്തിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. Then the locus and the balance of power relevant in society അല്ലെ, സമൂഹത്തില് നിലനിൽക്കുന്ന അധികാരം സ്ഥാനം ഒക്കെ അല്ലെ, അതൊക്കെ സന്തുലിതാവസ്ഥയിലാണോ? ഇൻ കേസ് നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ത്യൻ കൺട്രിയിലൊക്കെ വിൽപ്പന ചെയ്യാൻ പറ്റുമോ അല്ലെ, നമുക്കൊരു എന്താ പറയുന്ന എക്സ്പോർട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളാണോ അവരവിടെ ആ രാഷ്ട്രീയ അധികാരികളൊക്കെ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന് ഡിസ്ട്രിബ്യൂഷന് അനുവദിക്കുമോ അല്ലെ. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ചെറിയൊരു വ്യവസായ സംരംഭത്തെ കുറിച്ചിട്ടല്ല അല്ലെ, ഇദ്ദേഹത്തിന്റെ ഡെവലപ്പിന്റെ അഭിപ്രായത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ വ്യവസായ ശൃംഖലയെ കുറിച്ചിട്ടൊക്കെയാണ് അല്ലെ. അപ്പൊ അവിടെ വരുമ്പോൾ എന്താണ്, അവിടെ എല്ലാവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം അല്ലെ. അവിടെ ജസ്റ്റ് ഒരു മാർക്കറ്റില് നമ്മൾ വിപണനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്താണ് അനലൈസ് ചെയ്താൽ മാത്രം പോരാ. തീർച്ചയായിട്ടും കമ്പനിയുടെ ഉള്ളിലുള്ള വ്യക്തികളുമായിട്ട് നല്ല ബന്ധം വേണം. അതോടൊപ്പം തന്നെ ഇൻഡസ്ട്രിക്ക് പുറത്തുമുള്ള അല്ലെ പലതരത്തിലുള്ള ബന്ധങ്ങളും
നിലനിർത്തി കൊണ്ടുപോകേണ്ടതുണ്ട്. ഓക്കെ, ഈ ആശയം എന്താണെന്നുള്ളത് മനസ്സിലായോ? നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് അതിന്റെ ആ ഒരു ഡെഫിനിഷനിലേക്ക് പോകാം. ഇത്രയും ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഏതെങ്കിലൊക്കെ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഐഡിയ ആയതുകൊണ്ട് അല്ലെ, പുതിയൊരു ഐഡിയ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കുക, അതിനുശേഷം നമുക്ക് ആ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നതിലേക്ക് പോകാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ 3 പോയിന്റ്സ് ഒക്കെ ഉള്ളതൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. ഈ ഒരു ചാർട്ട് ഓർത്ത് വെച്ചാലും മതി. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലുള്ള ഘടകങ്ങള്, പാർട്ടിസിപ്പേഷൻസ് ഇൻ ദ സിസ്റ്റംസിലുള്ള ഘടകങ്ങള്, ഔട്ട്പുട്ട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഇതും കൂടിയും പറയാം. ഓക്കെ, ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ചിൽ എന്താ പറയുന്നത്? ജോൺ ഡൺലപ്പ് ഹാസ് ഡെവലപ്ഡ് എ സിസ്റ്റം അപ്രോച്ച് ടു ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെ. ഇതൊരു പ്രത്യയ ശാസ്ത്രം പോലത്തെയുള്ള ഒരു അപ്രോച്ച് ആണ് അദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് സിസ്റ്റംസ് അറ്റ് എനി വൺ ടൈം ഇൻ ഇറ്റ്സ് ഡെവലപ്മെന്റ് ഈസ് റിഗാർഡ്സ് ആസ് കമ്പോസ്ഡ് ഓഫ് സർട്ടൈൻ ആക്ടേഴ്സ്, സർട്ടൈൻ കോണ്ടെക്സ്റ്റ് ആൻഡ് ഐഡിയോളജി വിച്ച് ബൈൻഡ്സ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം ടുഗദർ അല്ലെ. അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യവസായ ബന്ധം അല്ലെ, അത് നന്നായിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു വൺ ടൈം ആയിട്ട് നമ്മൾ ഒരു രൂപകൽപ്പന ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വികസനത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആകുന്നുണ്ടെന്ന് നോക്കാം. സർട്ടൈൻ ആക്ടേഴ്സ് അല്ലെ, അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. സർട്ടൈൻ കണ്ടക്സ്റ്റ്, അതായത് അല്ലെ കുറെ സന്ദർഭങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് അല്ലെ, എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഫീൽഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ സന്ദർഭങ്ങൾ കൂടി അവിടെ പരിഗണിക്കേണ്ടതുണ്ട് അല്ലെ. ഗവൺമെന്റിനെ, യൂണിയനുകളെ അവരെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിന് ഐഡിയോളജി അല്ലെ, അവിടെ വിശ്വാസം അല്ലെ, ആ ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഒന്നിച്ചുള്ള രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, അങ്ങനെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ വിച്ച് ബാലൻസ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതെല്ലാം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയുള്ള ആ താഴെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ and a body of rules created to govern the factors at the workplace and the work community. അപ്പൊ ആ വർക്ക് പ്ലേസിന് അല്ലെ, അത് ഒന്നിച്ചു ചേർന്ന് ആ പ്രത്യയ ശാസ്ത്രം, ആ ഒരു പ്രത്യയ ശാസ്ത്രം ജോലി സ്ഥലത്തും അല്ലെ, അതോടൊപ്പം തന്നെ തൊഴിൽ സമൂഹത്തിലും പ്രാവർത്തികമാക്കുമ്പോൾ അവിടെ പ്രവർത്തനങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുമ്പോഴാണ് എന്താണ് നല്ല രീതിയിൽ ഈ പറഞ്ഞ മാതിരി തർക്കങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ, അവിടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബെറ്റർ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. ഓക്കെ, അതിന്റെ ജസ്റ്റ് മീനിങ് മാത്രം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ഇച്ചിരി ആ എലമെന്റ്സുകൾ മനസ്സിലാക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് ആ ഐഡിയ എന്ന് മനസ്സിലായോ? അവിടുത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, പ്രത്യയ ശാസ്ത്രവും എന്താണ് ഐഡിയോളജി അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ താഴേക്ക് എലമെന്റ്സുകളെ റെഫർ ചെയ്തതിനു ശേഷം എടുത്ത് പറഞ്ഞത്. ഓക്കെ, കൂടെ പറയേണ്ടതുണ്ടോ? ഇതിലെ ലാംഗ്വേജ് അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് an ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വികസനത്തിലെ ഏത് ഒരു സമയത്തും അല്ലെ, ഒരു വ്യവസായ ബന്ധ സംവിധാനം എന്ന് പറയുന്നത് ചില അഭിനേതാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അവിടെ
മറ്റുള്ളവരെയൊക്കെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ ചില സന്ദർഭങ്ങൾ അല്ലെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദെൻ അതേമാതിരി തന്നെ ചില വ്യവസായ ബന്ധങ്ങൾ അല്ലെ സംവിധാനങ്ങൾ അതെല്ലാം ഒരുമിച്ച് ചേർക്കണം എന്ന് വെച്ചാൽ എന്താണ് ബൈൻഡ് അല്ലെ വിഷ് ബൈൻഡ് ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ അതോ ഒരുമിച്ച് തന്നെ ചേർന്ന് പോകണം. ദെൻ ഒരു പ്രത്യയ ശാസ്ത്രം ജോലി സ്ഥലത്തും ദെൻ അതേമാതിരി തന്നെ തൊഴിൽ സമൂഹത്തിനും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനെതിരായി സൃഷ്ടിച്ച ന്യായമായ ഒരു കൂട്ടം എന്നിവ ഉൾക്കൊള്ളുന്നതുമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. അതെന്താണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അതിൽ ഇൻക്ലൂഡഡ് ആവണം എന്നുള്ള ഒരു രീതിയാണ് അവിടെ എടുത്തു പറയുന്നത്. അതായത് ടെക്നോളജിയെ കണക്കാക്കണം, മാർക്കറ്റിനെ കണക്കാക്കണം, ദെൻ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ പവറിനെ കണക്കാക്കണം, ദെൻ ഒപ്പം തന്നെ യൂണിയൻ മാനേജ്മെന്റ് ഗവൺമെന്റിനെയൊക്കെ ഉൾക്കൊള്ളണം, ദെൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ അവിടെയുള്ള വർക്കേഴ്സും യൂണിയൻ എന്താണ് എംപ്ലോയീസും തമ്മിലൊക്കെ ട്രസ്റ്റ്ഷിപ്പ് പോലെ അതായത് വിശ്വാസത്തിൽ എടുക്കുന്ന കുറെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി കണക്കാക്കപ്പെടണം. ഇതെല്ലാം നല്ല രീതിയിൽ റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അല്ലെ ബൈൻഡ് എന്ന് വെച്ചാൽ ഒന്നിച്ച് നിന്ന് ഇന്റഗ്രേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ അത് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രി സക്സസ് ആവുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താ പറയാ നമ്മൾ നേരിൽ കണ്ട് പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങളോട് ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയും. എന്താ പറയണേ കുറച്ചൊക്കെ നമുക്ക് ഒന്നിച്ചല്ലേ ഏതെങ്കിലുമൊക്കെ രീതിയിൽ. പക്ഷെ നമ്മൾ കാണാതെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഓക്കെയാണോ, നിങ്ങൾ മനസ്സിലായി എന്നുള്ള രീതിയിൽ തന്നെയാണ് ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് അത് ക്ലിയർ ആയോ? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് തിയറിയാണ് ഇവിടെ ഉള്ളത്. ഓക്കെയാണോ? ഓക്കെ, നിങ്ങൾ പല പ്രാവശ്യം ഓക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വിവരിച്ച് പറയുന്നത് എലമെന്റ്സ് പഠിപ്പിച്ചതിന് ശേഷമാണ് ഞാനത് എടുത്ത് വിവരിച്ചത്. ഓക്കെ, നമുക്ക് നമ്മളിപ്പോ എല്ലാ തരത്തിലുള്ള അപ്രോച്ചസും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ആണ്. ഈ എംപ്ലോയീസ് റിലേഷൻസിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇന്ന് നമുക്കത് പഠിപ്പിക്കാനായിട്ടുള്ള സമയമില്ല. എങ്കിലും നിങ്ങളെ ഈ ഒരു അപ്രോച്ചുകൾ എന്താന്നുള്ളത് മനസ്സിലായി കാണും അല്ലെ. സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, ഡൺലപ്പ് സിസ്റ്റംസ് അപ്രോച്ച്. ഡൺലപ്പ് സിസ്റ്റംസ് അപ്രോച്ച് ആണ് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് കണ്ടത് അല്ലെ. പക്ഷെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വിജയിക്കണമെങ്കിൽ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യണം അല്ലെ. ഗാന്ധിയൻ അപ്രോച്ച് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാലഘട്ടം ഒന്നല്ല. ഇപ്പൊ ആരും അങ്ങനെയുള്ള ഒരു അപ്രോച്ചിലേക്ക് ഒന്നും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അല്ലേ, ആണോ? കാര്യം ഗാന്ധിയൻ അപ്രോച്ചാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവരും അല്ലെ, എല്ലാവരും ഒരേപോലെ തന്നെ അങ്ങനെ എന്താണ് പാലിച്ചു പോകാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളെ കുറിച്ചിട്ടും എല്ലാവരെയും കുറിച്ചിട്ടും അല്ലെ, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഓക്കെ മൊത്തത്തിലൊരു ഓക്കെ അതാണ് ഈ ഒരു അപ്രോച്ചുകൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെ. ഓക്കെ, അത്രയും നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. അതായത് എന്താണ് അദ്ദേഹത്തിന്റെ ആശയം അല്ലെ, ഓരോരുത്തരുടെയും ആശയം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഓരോ അപ്രോച്ചിന്റെയും ആശയം എന്താണെന്നുള്ളത് ഉൾക്കൊള്ളുക. പ്രത്യേകിച്ച് ഡൺലപ്പ് സിസ്റ്റത്തിന്റെ അപ്രോച്ച് എന്താണ്? ഡൺലപ്പ് സിസ്റ്റത്തിന്റെ അപ്രോച്ചിൽ പ്രധാനമായിട്ടും പറയുന്നത് എല്ലാത്തിനെയും പരിഗണിക്കണം അല്ലെ. ഒരു വ്യവസായ ശൃംഖലയാണെങ്കിൽ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം വേണം. എംപ്ലോയി, എംപ്ലോയർ, യൂണിയന്, മാനേജ്മെന്റ് യൂണിയന്, തന്നെ മാനേജ്മെന്റ് ഗവൺമെന്റ്, ദെൻ എന്താണ് ടെക്നോളജി, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലെ മറ്റുള്ളവരുടെ ശക്തി അല്ലെ രാഷ്ട്രീയ നേതാക്കളുടെ പെർമിഷനോ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊന്നും സെയിൽ ചെയ്യാനൊക്കെ അവരെ നിരോധിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടേക്കൊന്നും പോയി അല്ലെ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ബിസിനസിന്റെ സംഭവങ്ങളൊന്നും വിറ്റഴിക്കാനൊന്നും സാധിക്കില്ല അല്ലെ. അപ്പൊ എല്ലാം തന്നെ കൺസിഡർ ചെയ്തിട്ട് മാത്രം അല്ലെ അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇൻഡസ്ട്രി വിജയിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഡൺലപ്പിന്റെ സിസ്റ്റം അപ്രോച്ചിൽ എടുത്തു പറയുന്നത്. ഗാന്ധിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആരും തമ്മിൽ വേർതിരിവൊന്നും കാണിക്കരുത് അല്ലെ. ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ തന്നെ വീതം വെച്ച് നൽകേണ്ടതാണ്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നാച്ചുറലി ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കി തന്നെ ഉപയോഗിക്കാനായിട്ട്, അല്ലാതെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഒക്കെ കൊടുത്ത് അവർക്ക് പാരിതോഷികം ഒന്നും കൊടുക്കരുതെന്നൊക്കെയാണ് ഗാന്ധിയൻ അപ്രോച്ചിൽ പറയുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല അല്ലെ. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്ക് കമ്പനിക്ക് നേട്ടം ഉണ്ടെങ്കിൽ അത് തുല്യമായിട്ടൊന്നും വീതിച്ചൊന്നും തരില്ലേ. കമ്പനിക്ക് നേട്ടം ഉണ്ടെങ്കിൽ അവരത് ഡെവലപ്പ് ചെയ്യും അല്ലെ.
അല്ലാതെ തൊഴിലാളികൾക്കൊന്നും അവരുടെ മതിയായ മിതമായ കൂലിയൊക്കെ തന്നെ കിട്ടുള്ളൂ. പിന്നെ ഏതെങ്കിലും യൂണിയനൊക്കെ നേരിട്ട് വന്ന് എന്തെങ്കിലും ഇൻസെന്റീവ്സ് ഒക്കെ കിട്ടിയാൽ കിട്ടി അല്ലെ. ആ ഒരു രീതിയിലാണ് ഈ കാലഘട്ടം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമണുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യോ എത്തിക്കൽ എന്ന് പറയുമ്പോൾ ധാർമ്മിക വശങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടുള്ളതാണ്. സോഷ്യോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു അല്ലെ, ഓരോ ബീയിങ്ങിനും വ്യക്തിപരമായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ അതും കണ്ടു. ഒരു പിക്ചർ കണ്ടിട്ട് അല്ലെ, ഒരു കൂട്ടര് ഇതാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടര് വേറെയാണെന്ന് ധരിക്കും. അങ്ങനെയാണ് കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യത എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഒക്കെയാണ് അല്ലെ. പറഞ്ഞോണം എന്താണ് അപ്രോച്ചുകൾ ഇത്തിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി ഒന്ന് പോവുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഭാഗമൊക്കെ ഇച്ചിരി സിമ്പിൾ ആയിരിക്കും. അടുത്ത ഭാഗമൊക്കെ ഇതിൽ സിമ്പിൾ ആണ്. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.